കാവീഡ് സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ മാറിയൌസേ പിതാവിന്റെയും മാർ സെബാസ്ത്യനോസ് സഹദായിയുടെയും പരിശുദ്ധ മർത്താമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം തുടങ്ങി. ഏപ്രിൽ 17 മുതൽ 20 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് 13 കുടുംബ യൂണിറ്റുകളിലേക്കുള്ള വള, ലില്ലിപ്പൂവ്, അമ്പ് എന്നിവ ആശീർവദിച്ച് നൽകും. രാത്രി യൂണിറ്റുകളിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇവ പള്ളിയിലേക്ക് എഴുന്നള്ളിക്കും. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-നും 10:30-നും വൈകിട്ട് 4:45-നും വിശുദ്ധ കുർബാനയുണ്ടാകും. 10:30-ന്റെ ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ തോമസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും വർണ്ണക്കാഴ്ചയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെലങ്കാന സംസ്ഥാനത്തിൽ ആദിലാബാദ് രൂപതയിൽ മന്നംകുളം എന്ന ഗ്രാമത്തിലെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനായി 3 ലക്ഷത്തോളം രൂപ ധനസഹായം നൽകിയിരുന്നു. മിട്ടാപ്പള്ളി ഗ്രാമത്തിൽ പള്ളി നിർമ്മിക്കുന്നതിനായി 13 ലക്ഷം രൂപയും ഇടവകയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ജനറൽ കൺവീനർ സിയോജ് കെ ജെയിംസ്, ട്രസ്റ്റിമാരായ സണ്ണി ജീരൻ, CV റെനി, ഫ്രാൻസിസ് സേവിയർ, ജോയിന്റ് പബ്ലിസിറ്റി കൺവീനർ VJ ജെയ്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാവീഡ് സെന്റ് ജോസഫ്സ് പള്ളിയിൽ വെച്ച് മാറിയൌസേ പിതാവിന്റെയും മർത്താമറിയത്തിന്റെയും മാർ സെബാസ്ത്യാനോസ് സഹദായുടെയും തിരുനാൾ സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. ഇന്ന് സ്വിച്ച് ഓൺ കർമ്മമാണ് ദീപാലങ്കാരത്തിന്റെ. നാളെ ആണ് രാത്രി കൂട് തുറക്കൽ ശുശ്രൂഷ. അത് ഈ ഇടവക്കാരനായിരിക്കുന്ന ഫാദർ വർഗീസ് പാലത്തിങ്കൽ അച്ഛനാണ് നിർവഹിക്കുക. നാളെ ഉച്ചതിരിഞ്ഞ് 8 മണി മുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദർശനം പള്ളിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതാണ് ഈ ആഘോഷത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് നിലകൊള്ളുന്നത്.